ശ്രീ ടി പി ജയചന്ദ്രൻ എന്തായാലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ വാർത്തകൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലെ വിവരമനുസരിച്ച് JDU കുറഞ്ഞത് 3 ക്യാബിനറ്റ് ബർത്തുകളെങ്കിലും വേണം എന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇത് ഇപ്പോൾ 2019 നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്ന് വൻ ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് തന്നെ BJPക്ക് മറ്റ് ഘടകകക്ഷികളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു ക്യാബിനറ്റ് ബർത്ത് ഓഫർ ചെയ്തതാണ് ഒരു ടോക്കൺ എന്ന രീതിയിൽ JDUവിന്. അവർ അത് വേണ്ടെന്ന് നിരസിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ പക്ഷേ ഘടകകക്ഷികളുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ഒരു നില വന്നിരിക്കുകയല്ലേ? സംശയമില്ലാത്ത കാര്യമാണല്ലോ. 12 MPമാർ ഉള്ള സ്ഥാനത്ത് 3 ബർത്തുകൾ ആവശ്യപ്പെട്ടത് തന്നെ അതിന് ഉദാഹരണമാണ്. അത്തരത്തിലാണ് മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യവും. ആദ്യമായിട്ടാണല്ലോ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു കാര്യം അഭിമുഖീകരിക്കുന്നത്. മഞ്ജുഷേ, ഘടകകക്ഷികൾക്ക് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പരമാവധി ലഭിക്കും എന്ന് നോക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ രാഷ്ട്രീയപരമായ അവരുടെ നീക്കങ്ങൾ നടത്തേണ്ടവരുടെ കഴിവാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും അറിയുന്ന ആളുകൾക്ക് ഇത് എത്ര കാലം ഇതിന് ആയുസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ 10-22 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകന്മാരുടെ MPമാരുടെ കഴിവുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്കൊന്നും ഇതിന് അധിക ദിവസം ആയുസ് ഉണ്ടാവില്ല. ഉണ്ടാകില്ല എന്നാണ് ഘടകകക്ഷികളുടെ വിലപേശലിന് ആയുസ് ഉണ്ടാകില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഘടകകക്ഷികളുടെ വിലപേശലിന് ആയുസ് ഉണ്ടാകില്ല എന്നാണോ? അല്ല, മാന്യമായ പരിഗണന അവർക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കും. അതാണല്ലോ ഒരു മുന്നണിയുടെ കെട്ടുറപ്പും മുന്നണിയുടെ മര്യാദയും എന്ന് പറയുന്നത്. മാത്രമല്ല, താങ്കൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ 2 തവണയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മറ്റ് ഘടകകക്ഷികളുടെ ഒന്നും ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്ന സഹകരണം ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ BJP ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താനും അകന്നു നിൽക്കുന്ന ആളുകളെ കൂടെ ചേർക്കാനും ഉള്ള ആശയപരമായിട്ടുള്ള രാഷ്ട്രീയപരമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണയും നമുക്കറിയാം. ഇപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ 1ാമത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു, പുറത്തു നിൽക്കുന്ന ആളുകളെ ചേർത്തുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടിത്തറ വിപുലപ്പെടുത്തും, അതിന്റെ ഘടന മാറ്റും. അതിനനുസരിച്ച് ചർച്ചകളും നീക്കങ്ങളും നമുക്കൊക്കെ അറിയാം. അത് വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ. അതുകൊണ്ട് 10-12 സീറ്റുകളുള്ള 5-6 സീറ്റുകളുള്ള ആളുകളുടെ വിലപേശലിന്റെ കഴിവുകളൊക്കെ നമുക്കൊക്കെ അറിയാം. അതിന് പകരം എന്തൊക്കെ തന്ത്രങ്ങളാണ്. തുടക്കകാലം 293 എന്ന് ആരംഭിച്ച് ഇപ്പോൾ അത് 300 കടന്നിരിക്കുന്നു. ഇനിയും ഇപ്പോൾ പലരും UP അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പോലും പലരും പങ്കെടുക്കുന്നില്ല എന്നുള്ളതും പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. രാഷ്ട്രീയ ഇടനാഴികളുടെ സജീവമായ ചർച്ചാ വിഷയമാണല്ലോ.